പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കുന്ന ആദർശിനോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ ആദർശ് നേരെ പോയത് നയനയുടെ വീട്ടിലേക്കാണ്. ആദർശിനെ കണ്ടതും കനക നയനയെ വിളിക്കുന്നുണ്ട്, മോളെ നയനെ, ഇതാ ആദർശ് വന്നിട്ടുണ്ട്, മോളെ കൂട്ടിക്കൊണ്ടു പോകാനാണോ ആദർശ് വന്നത് എന്നാണ് കനകയുടെ വിചാരം. അത് മനസ്സിലാക്കി തന്നെ ആദർശ് പറയുന്നുണ്ട്, ഞാനിവളെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല, ഇവിടെ വന്നവൾ ഇവിടെ തന്നെ നിരന്തരമായി നിൽക്കട്ടെ എന്ന് പറയാൻ വന്നതാണ്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോനെ അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചെയ്ത തെറ്റുകളൊക്കെ പരസ്പരം പറയാം, എന്നിട്ട് രണ്ട് വഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിന് സമയമുണ്ടാകുമോ? പിന്നെ നയന ആദർശേട്ടൻ വാ എന്നും പറഞ്ഞിട്ട് മുറിക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. അവർ പോയതിന് ശേഷം കനക ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദട്ടൻ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവൻ വന്നത്, ഏതായാലും അവർ തമ്മിൽ സംസാരിക്കട്ടെ. പിന്നെ കനക പറയുന്നുണ്ട്, സമാധാനം പോയല്ലോ ഗോവിന്ദട്ട. അങ്ങനെ റൂമിൽ എത്തിയതിൻ്റെ ശേഷം ആദർശ് പറയുന്നുണ്ട്, വക്കീൽ നോട്ടീസ് ഉടനെ വരും, അതിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ സങ്കടത്തോടെ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ സീരിയസ് ആണല്ലേ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നയന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ അങ്ങനെ മറന്നു കളയാൻ ആദർശേട്ടന് പറ്റുമോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പറ്റും, നിന്നെ ഇപ്പോൾ സ്വപ്നത്തിൽ പോലും ഓർക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ നയന പറയുന്നുണ്ട്, എനിക്ക് ബന്ധം പിരിയാൻ ഇഷ്ടമല്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ നീ ഒരു കത്തെഴുതി വെച്ച് പോയതോ? അത് എനിക്ക് ശ്വാസം മുട്ടിയിട്ടാണ് എന്ന് കരുതി ഡിവോഴ്സിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഏതായാലും നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയണം, ആദർശേട്ടൻ ആ കാരണം വ്യക്തമാക്കണം, എന്താ ഞാൻ ചെയ്ത് തെറ്റ്? അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതിന് മറുപടി പറയുകയല്ല വേണ്ടത്, നിൻ്റെ കർണം നോക്കി ഒന്ന് തരികയാണ് വേണ്ടത് എന്നും പറഞ്ഞ് കയ്യോങ്ങുന്നുണ്ട്. നയന ഒന്ന് പേടിച്ചു പോവുകയും ചെയ്തു. കാരണം എന്താണെന്ന് നിനക്കറിയില്ല അല്ലേ? നീ എന്ത് സത്യം പറയാനാ എൻ്റെ പിന്നാലെ വന്നത്? ഇനി നീ അത് പറയണ്ട, എല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അമ്മ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യക്തമായ മറുപടിയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. നീ ഇല്ലാതെ വീട്ടിൽ ചെന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ അമ്മ തന്നെയായിരിക്കും. കാരണം നിന്നെ എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഈ സത്യമല്ലേ നീ എന്നോട് പറയാതിരുന്നത്? അത് തന്നെയാണ് ഞാൻ നിന്നിൽ കാണുന്ന തെറ്റും. ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇട്ട് ഞാൻ ശ്വാസം മുട്ടിച്ചത്. അമ്മ ഇപ്പോൾ അവിടെ കാത്തിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അവിടെ ചെല്ലുന്നത് എന്ന് അറിയാൻ. നിന്നെ കൂട്ടാതെയാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ അമ്മ എന്നെ തള്ളിക്കളഞ്ഞ് നിൻ്റെ അടുത്തേക്ക് ഓടി വരും. അമ്മയുടെ ജീവൻ നിലനിർത്തിയ മരുമകളെ ജീവനാണ് അമ്മയ്ക്കിപ്പോൾ. പിന്നെ നയന പറയുന്നുണ്ട്, അമ്മയുടെ സ്നേഹം കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഞാൻ. അങ്ങനെ ആ സ്നേഹം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നയന ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പിണക്കമൊക്കെ മറന്ന് പഴയതുപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ തിരിച്ച് അനന്തപുരിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ഹാളിൽ എല്ലാവരും ഉണ്ട്. ആദർശിൻ്റെ ഡിവോഴ്സ് തന്നെയാണ് ചർച്ച. ഏതായാലും ജലജയും അനാമികയും ജാനകിക്കും ഒക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം നയനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ വേണ്ടി ആദർശ് വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ് എന്നാണ് അവരുടെ വിചാരം. മൂവരും അതാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും ആദർശിൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏതായാലും അതിൽ നിന്ന് ആദർശിനോടൊപ്പം നയനയും ഇറങ്ങി വരുന്നത് കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് മൂവരും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രമോ എപ്പിസോഡാണ് കാണിക്കുന്നത്. ഇനി ആദർശും നയനയും വരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവൾ ജ്വല്ലറിയിലെ ഡിസൈനർ അല്ലെങ്കിൽ കൂടിയും ഇവളെ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ല. എന്നെ ഇതുപോലെ മനസ്സിലാക്കിയ ഭാര്യയെ, ഈ വീട്ടിലുള്ളവരെ ഇതുപോലെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവളെ അങ്ങനെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, വല്യമ്മയുടെയാണ് സഹിക്കാൻ പറ്റാത്തത്. വല്യമ്മ തടഞ്ഞിരുന്നുവെങ്കിൽ ആദർശേട്ടൻ അവളെയും കൂട്ടി വരില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് നയന ദേവേനയുടെ മുറിയിൽ അമ്മയെ എന്നും വിളിച്ച് പോകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദേവേന ചോദിക്കുന്നുണ്ട്, അവനിപ്പോൾ എങ്ങനെയാണ് മോളോട്? അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ ആദ്യത്തെക്കാളും എന്ന് പറയുന്നുണ്ട്. ഇതോടെ നാളത്തെ പ്രൊമോ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യണേ. പിന്നെ താങ്ക് യു.